നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് സാഹസ് ക്യാമ്പ് നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പോലോസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതോണിയിലെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. ഡിജി കേരള വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി തൊടുപുഴ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വിമല കിൻഡർ ഗാർഡൻ സ്കൂളിൽ പുതിയ അഡ്മിഷന് തുടക്കമായി. കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ ഒപ്പം എത്തിച്ചേർന്ന കുട്ടിയെയും മാതാപിതാക്കളെയും സ്കൂൾ അധികൃതരും അധ്യാപകരും ചേർന്ന് ആഘോഷപൂർവ്വം സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. പുഴുവിനെ കണ്ടെത്തിയ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാർ ഇത് നിരസിച്ചു എന്നാണ് ദമ്പതികളുടെ പരാതി. തുടർന്ന് ഇവർ നഗരസഭയിൽ പരാതി നൽകി. കട്ടപ്പന ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോട്ടലിൽ നിന്നാണ് പുഴുവരിച്ച ഭക്ഷണം ലഭിച്ചത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ കാഞ്ചിയാർ സ്വദേശികളായ ദമ്പതികൾ ഹോട്ടലിൽ കയറി കപ്പ ബിരിയാണി ആവശ്യപ്പെട്ടു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഹാരത്തിൽ പുഴുവിനെ കണ്ടത്. തുടർന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ വന്ന് ആഹാരം തിരികെ എടുത്തു. ഈ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ വിസമ്മതിച്ചുവെന്നും വിഷയം ഒത്തുതീർപ്പാക്കാൻ ഉടമ ശ്രമിച്ചു എന്നുമാണ് ദമ്പതികളുടെ പരാതി. തുടർന്ന് ചൊവ്വാഴ്ച ഇവർ നഗരസഭയിൽ രേഖാമൂലം പരാതി നൽകി. തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് ഇടുക്കി കവലയിലുള്ള മഹാരാജ ഹോട്ടലിൽ ഫുഡ് കഴിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണിയായിരുന്നു. കപ്പ ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഒരു സ്പൂൺ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ പുഴു ടേബിളിലേക്ക് ചാടിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ സപ്ലൈ ചെയ്യുന്ന സാറിനോട് പറഞ്ഞപ്പം സാർ ആദ്യം വന്ന് ചെക്ക് ചെയ്തിട്ട് വന്നത് മുകളിൽ നിന്ന് വീണതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഞങ്ങളത് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് പിന്നെയും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഫുഡ് ഫുള്ള് പുഴുവായിരുന്നു. നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്ന മുകളിൽ നിന്ന് വീണതാണ്. അവർ ഓരോ എക്സ്ക്യൂസുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവരത് ഫുഡ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും പിന്നെ പുള്ളി ഓണറെ വിളിച്ചിട്ട് കോംപ്രമൈസിന് ശ്രമിക്കുകയായിരുന്നു. പൈസ തരാം, ഈ പ്രശ്നമാക്കരുത്, വിഷയമാക്കരുത്, തൊഴിലാളികൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. ഇടപെട്ടത് ദമ്പതികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി. സംഭവമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം പരാതി നൽകുമ്പോൾ പരാതിക്ക് അടിസ്ഥാനമായ ഭക്ഷണം നശിപ്പിക്കാൻ ഹോട്ടൽ ജീവനക്കാർക്ക് അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ നഗരസഭ അധികൃതരെ 9961751089 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ജെൻസ് സിറിയക് പറഞ്ഞു. ഈ സംഭവം ഉണ്ടായത് 7/10/2024 വൈകിട്ട് 7 മണിക്ക് എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് പരാതി ലഭിക്കുന്നത് ഇന്ന ദിവസം ഒരു 11-11:30 ആയപ്പോഴാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ നമുക്കുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണം ഈ പറയുന്ന ഭക്ഷണം നമുക്ക് എടുത്ത് പാക്ക് ചെയ്യുകയും അത് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നിടുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ബന്ധപ്പെട്ട ഹോട്ടൽ ഉടമയോ മറ്റു ആളുകളോ സാധനം അവിടുന്ന് മാറ്റാനിടയാവുകയും ഫലപ്രദമായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് കറക്റ്റ് സമയത്ത് ഇൻഫോം ചെയ്താൽ, കാരണം നമ്മൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇവിടെ താമസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയുണ്ട്. അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ പോയി ഇടപെടാറുമുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തുടർച്ചയായ പരിശോധന ഉണ്ടാകും. നിയമത്തിൽ മുനിസിപ്പലായിട്ട് അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികൾ, ശക്തമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.
കട്ടപ്പന നഗരത്തിലെ ഹോട്ടലുകളിൽ തുടർച്ചയായി മനുഷ്യജീവന് ഭീഷണിയായി ആഹാരം വിളമ്പുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 2 ഹോട്ടലുകളിൽ നിന്നാണ് പുഴുവരിച്ച ഭക്ഷണം ആളുകൾക്ക് ലഭിച്ചതായി വിവരങ്ങൾ വന്നത്. ഈ സ്ഥിതി തുടരുന്നത് നഗരത്തിലെത്തി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേൽക്കാൻ കാരണമാകുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിലും പഴകിയതുമായ ഭക്ഷണങ്ങൾ വിളമ്പിയ നിരവധി ഹോട്ടലുകൾക്കെതിരെ അടുത്തിടെ നഗരസഭ നടപടിയും സ്വീകരിച്ചിരുന്നു. എന്നാൽ നഗരസഭ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോഴും നഗരത്തിനുള്ളിലെ ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഈ അടുത്ത നാടുകളിലൊക്കെ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ കട്ടപ്പനയുള്ള പല ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പലരും കഴിച്ച് ആശുപത്രിയിലും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അകത്ത് പുഴുക്കളെ കാണുന്നതൊക്കെ ആയിട്ടുള്ള പരാതികൾ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നു. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര അഭിമാനമായി തോന്നുന്ന കാര്യമല്ല, തീർച്ചയായിട്ടും അപമാനമാണ്. ഇതിന് ഇന്നും 4-5 ആൾക്കാർ ഇന്നലെ ഇടുക്കിക്കവലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് അതിൽ പുഴു കണ്ടു എന്നും പറഞ്ഞു. ഹോട്ടലുകാരപ്പോൾ തന്നെ ആ ഭക്ഷണം വാങ്ങി അത് കളഞ്ഞു. അതിന് യാതൊരു തെളിവുകളും അവശേഷിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, അങ്ങനെയുള്ള അവസരങ്ങളിൽ അന്നേരെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് വിഭാഗമായിട്ട് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ആരെങ്കിലും കൗൺസിലർമാരോ അല്ലെങ്കിൽ ചെയർപേഴ്സണെയോ അങ്ങനെയുള്ളവരായിട്ട് ബന്ധപ്പെടുകയും ഈ വിവരം അവരെ കൂടെ ധരിപ്പിക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ കട്ടപ്പന ഹെൽത്ത് വിഭാഗത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് കൂടെ ഉള്ള പരിശോധന ഹോട്ടലുകളിൽ നടത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഴിവാകും. നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൽ ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഹോട്ടലുകളിൽ ഇത്തരത്തിലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2000 രൂപ മാത്രമാണ് പിഴ ഈടാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ വിളമ്പുന്നതിനെതിരെ നഗരത്തിൽ തുടർച്ചയായി പരിശോധനയടക്കം ഉണ്ടാകുകയും നിയമം ലംഘിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കർശനവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് സാഹസ് ക്യാമ്പ് നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി കെ പോലോസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. DCC ട്രഷറർ ഇന്ദു സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ സാഹസ് ക്യാമ്പ് ഉടുമ്പന്നൂർ ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹാജറ സേതു മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി മിനി ബാബു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതി വരുന്നതാണ് പലപ്പോഴും നമ്മുടെ പാർട്ടിയെയും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുകളെയും ഒക്കെ തോൽപ്പിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയാണ് വലുത് എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ വാർഡിലേക്കും ഇറങ്ങി നിന്നതുകൊണ്ട് നമ്മൾ ജയിക്കില്ല. ആ യാഥാർത്ഥ്യം നമുക്കും അറിയാം. പക്ഷേ മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വിജയിക്കാൻ പറ്റുന്ന ആളുകളെ പാർട്ടി പരിഗണിക്കണം എന്ന് പറയണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം ആ രീതിയിലുള്ളതാവണം. നമ്മളെ കേൾക്കാനുള്ള മനസ്സ് പാർട്ടിക്കുണ്ടാകണമെങ്കിൽ നമ്മൾ പറയുന്ന ആളുകൾ നമുക്ക് ഈ ക്യാമ്പുകളും അതുപോലെ തന്നെ മണ്ഡലം ക്യാമ്പുകളും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നിർത്തിയാൽ കൊള്ളാവുന്ന, ജയിപ്പിക്കാൻ പറ്റുന്ന, നിങ്ങളെ കേൾക്കാതെ പോകുന്ന ഒരു പ്രശ്നം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അതിനുള്ള ശേഷിയുള്ളവരാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അത് നമ്മൾ തെളിയിച്ചും കൊടുക്കണം. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിണറായി വിജയന്റെ താല്പര്യം എന്താണ്? അദ്ദേഹത്തിന്റെ താല്പര്യം ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ബന്ധുക്കള്, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ ചുരുക്കം ചില പാർട്ടിക്കാർ. എല്ലാ പാർട്ടിക്കാരും ഇല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എത്രയോ പാർട്ടിക്കാരുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ CPI അനുഭാവികളായിട്ടുള്ള എന്തുമാത്രം ആളുകളുണ്ട്. അങ്ങനെയുള്ള സാധാരണക്കാരെയൊന്നും സഹായിക്കുന്ന സമീപനമൊന്നും നമ്മുടെ നാട് ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ട് എന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല. അങ്ങനെ ഒരു സഹായം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലറിയാം, ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു, ഏതെല്ലാം വിധത്തിൽ
അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ. 6-7 വിധത്തിലുള്ള പെൻഷനുകളുണ്ട്. വിധവാ പെൻഷനുണ്ട്, വികലാംഗ പെൻഷനുണ്ട്, വാർദ്ധക്യകാല പെൻഷനുണ്ട്, കർഷകത്തൊഴിലാളി പെൻഷനുണ്ട്, കർഷക പെൻഷനുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതർക്കുള്ള പെൻഷനുണ്ട്, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനുണ്ട്, കുഷ്ഠരോഗികൾക്കുള്ള പെൻഷനുണ്ട്. ഇനി കൂട്ടിരിക്കുന്ന ആളുകൾക്ക് ഏതാ മാറാവ്യാധി പിടിപെട്ട് ഒരാൾ കിടക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കിടക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് കൂട്ടിരിക്കുന്ന ഒരാൾക്ക് പോലും പെൻഷൻ കൊടുത്ത് പ്രവർത്തനം നടത്തിയൊരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. അപ്പോൾ ആ കാലമെല്ലാം മാറി ഇന്നെല്ലാം പ്രതിസന്ധിയിലായിരിക്കുന്നു. DCC ട്രഷറർ ഇന്ദു സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ സമയത്ത് എറണാകുളം സിറ്റിയിൽ 2-3 മണിക്കൂർ കൊണ്ടു നടന്ന് അതിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നുള്ളതായി ഇവിടെ എല്ലാവർക്കും ആ വിവരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള വനിതകൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ ദുരവസ്ഥ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം അവിടെ ഒരു വലിയ പ്രസ്താവനയൊക്കെ നടത്തി ഹേമ കമ്മീഷൻ്റെ മുൻപാകെ ഈ റിപ്പോർട്ടിൻ്റെ, അതായത് നടന്നതായിട്ടുള്ള സംഭവത്തിൻ്റെ കൃത്യമായ റിപ്പോർട്ട് കിട്ടണം എന്നുള്ളതായ ഒരു നിർദ്ദേശം കൊടുത്തു. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടയ്ക്കൽ, മണ്ഡലം പ്രസിഡന്റുമാരായ മനോജ് തങ്കപ്പൻ, ബേബി തോമസ്, DCC മെമ്പർ ജോൺസൺ കുര്യൻ, ഉടുമ്പന്നൂർ പഞ്ചായത്ത് മെമ്പർ അഖിലേഷ് ദാമോദരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പ്രസന്നൻ, ജില്ലാ സെക്രട്ടറിമാരായ നൈസി ഡെനിൽ, നൈസി തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ, INTUC മണ്ഡലം പ്രസിഡന്റ് PT ജോസ്, മഹിളാ കോൺഗ്രസിന്റെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രമ്യ റെജി സ്വാഗതവും ഉടുമ്പന്നൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. അകാലത്തിൽ അന്തരിച്ച KC ജോർജിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി രചന നിർവഹിച്ച സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകാവതരണം സംഘടിപ്പിച്ച് കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ. ഓണം മുതൽ നാടകം അരങ്ങിലെത്തിയെങ്കിലും രോഗബാധിതനായതിനാൽ KCക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല. കട്ടപ്പനയിൽ നടന്ന നാടകാവതരണം കാണുവാൻ KC ജോർജിന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് എത്തിയത്. അകാലത്തിൽ അന്തരിച്ച നാടകകൃത്ത് KC ജോർജിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച നാടകാവതരണം നാടകകൃത്തിനുള്ള നാടിന്റെ ആദരവായി മാറി. KC ജോർജ് രചന നിർവഹിച്ച അവസാന നാടകമായ ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകമാണ് കട്ടപ്പന CSI ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ അരങ്ങേറിയത്. ഇതോടെ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സ്വന്തം മോളെ കൊന്നതിനെ കണ്ടെത്താൻ കഴിയാതെ ഒളിച്ചോടിയിട്ട് ഇപ്പൊ അവനെ കൊന്നതിനെ കണ്ടെത്താനിരിക്കുന്നു. ഓണം മുതൽ നാടകം അരങ്ങിലെത്തിയെങ്കിലും രോഗബാധിതനായതിനാൽ KCക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല. കട്ടപ്പനയിൽ നടന്ന നാടകാവതരണം കാണുവാൻ KC ജോർജിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും കൂട്ടുകാരുമടക്കം വൻ ജനാവലിയാണ് CSI ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. ദർശന പുരോഗമന കലാസാഹിത്യ സംഘം, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന, മലയാളി ചിരി ക്ലബ്, മർച്ചന്റ്സ് യൂത്ത് വിംഗ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൗൺ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, യൂത്ത് യുണൈറ്റഡ് ക്ലബ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നാടകാവതരണം സംഘടിപ്പിച്ചത്. KCയുടെ രചനയിൽ ജനിച്ച സത്യമംഗലം ജംഗ്ഷന്റെ സംവിധാനം രാജീവൻ മമ്മളിയും നിർമ്മാണം സുബൈർ ഖാൻ സരികയുമാണ്. അരങ്ങിലെത്തിയ നടീനടന്മാർ അഭിനയ മികവിനാൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തെത്തിയ KCയുടെ അവസാന നാടകവും ഓച്ചിറ സരികയുടേതായി മാറി. നാടകത്തിന്റെ ആദ്യ അവസാനം നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സത്യമംഗലം ജംഗ്ഷനെ ഏറ്റെടുത്ത്. ഒപ്പം ഈ നാടകം KCക്കുള്ള നാടിന്റെ അർഹതപ്പെട്ട അന്ത്യാഞ്ജലിയായി മാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ചെറുതോണിയിലെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. പ്രാഥമിക പരിശോധനയിൽ പാചകക്കാരനുൾപ്പെടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും അടുക്കളയിലും പരിസരത്തും ശുചിത്വം പുലർത്തുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ 7 വിദ്യാർത്ഥികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.
ചെറുതോണിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ പെപ്പർമിന്റ് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ്, പൈനാവ് പോളിടെക്നിക് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് അടിയന്തര പരിശോധന നടത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കൂടുതൽ ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേൽക്കാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി റെസ്റ്റോറന്റ് അടിച്ചുപൂട്ടി. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പാചകക്കാരൻ ഉൾപ്പെടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും അടുക്കളയിലും പരിസരത്തും ശുചിത്വം പുലർത്തുന്നില്ലെന്നും കണ്ടെത്തി. തുടർന്നാണ് ആരോഗ്യവകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ 7 വിദ്യാർത്ഥികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. DG കേരള വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി തൊടുപുഴ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ ആശംസകൾ നേർന്നു. തൊടുപുഴ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരസഭയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് DG കേരളം വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി തൊടുപുഴ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചത്. നഗരസഭയിലെ 35 വാർഡുകളിൽ നിന്ന് 125 വോളണ്ടിയർമാർ ക്ലാസ്സിൽ പങ്കെടുത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് ഡിജിറ്റൽ സാക്ഷരതയെന്നും അതെങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്നും എല്ലാം ഇവിടെ ഭംഗിയായിട്ട് വിശദീകരിക്കുന്നവരുടെ കഴിവുള്ള നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ശ്രീ ജയകുമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ ശ്രദ്ധാപൂർവം അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ കഴിവുള്ളവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കഠിനമായ അധ്വാനവും പരിശ്രമവും ഏറ്റെടുത്ത ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യുമെന്നുള്ള നിശ്ചയദാർഢ്യവുമാണ് നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് തുണയായി വരേണ്ടത്. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വില്ലേജ് ഓഫീസുകളിലേക്ക് ഇപ്പോൾ അപേക്ഷയുമായി നമ്മളാരും പോകാറില്ല. 5-6 വർഷങ്ങൾക്ക് മുമ്പ് വില്ലേജ് ഓഫീസിൽ നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ട, അക്ഷയ വഴി മാത്രം അപേക്ഷ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്ത് ഏടാകൂടമാണെന്ന് നമ്മളൊക്കെ സംശയിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾ ആരെയും കാണാതെ ആർക്കും കൈക്കൂലി കൊടുക്കാതെ സമയബന്ധിതമായി വില്ലേജ് ഓഫീസുകൾ അപേക്ഷ കൊടുത്താൽ അതിന് നമുക്കുള്ള റിപ്ലൈ കിട്ടും, നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടും. ഇത് തന്നെയാണ് ഗവൺമെൻറ്റിനെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും സ്മാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ ആശംസകൾ അറിയിച്ചു. LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ജയകുമാർ PK ക്ലാസ് നയിച്ചു. നഗരസഭയിലെ മറ്റ് ജീവനക്കാർ, IKM സ്റ്റാഫ്, സാക്ഷരതാ പ്രേരകന്മാർ, CDS ചെയർപേഴ്സൺ സുമ ജോയ്, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി പത്മാവതി സ്വാഗതവും നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിമല കിൻഡർ ഗാർഡൻ സ്കൂളിൽ പുതിയ അഡ്മിഷന് തുടക്കമായി. കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ ഒപ്പം എത്തിച്ചേർന്ന കുട്ടിയെയും മാതാപിതാക്കളെയും സ്കൂൾ അധികൃതരും അധ്യാപകരും കുരുന്ന വിദ്യാർത്ഥികളും ചേർന്ന് ആഘോഷപൂർവ്വം സ്വീകരിച്ചു. കിൻഡർ ഗാർഡൻ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു പൂച്ചെണ്ട് നൽകി കുട്ടിയെ സ്വീകരിക്കുകയും ആപ്ലിക്കേഷൻ ഫോം നൽകുകയും ചെയ്തു. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലേസ് മാതാപിതാക്കളിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ച് ആദ്യ കുട്ടിയെ സ്വീകരിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ 2025-2026 അധ്യയന വർഷത്തേക്കുള്ള പ്രീ-KG, LKG, UKG ക്ലാസുകളിലേക്കുള്ള അഡ്മിഷന്റെ ഉദ്ഘാടനം നടത്തി. വിമല കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ സ്ഥിരം കളിക്കൂട്ടുകാരനായ കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ ഒപ്പം എത്തിച്ചേർന്ന കുട്ടിയെയും മാതാപിതാക്കളെയും സ്കൂൾ അധികൃതരും അധ്യാപകരും കുരുന്നു വിദ്യാർത്ഥികളും ചേർന്ന് ആഘോഷപൂർവ്വം സ്വീകരിച്ചു.
കിൻഡർഗാർട്ടൻ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു പൂച്ചെണ്ട് നൽകി കുട്ടിയെ സ്വീകരിക്കുകയും ആപ്ലിക്കേഷൻ ഫോം നൽകുകയും ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഡിവോഷ്യ മധുരം നൽകുകയും സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ വിസിറ്റേഷൻ കുട്ടിയെ വെൽക്കം ക്യാപ്പ് അണിയിക്കുകയും ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് മാതാപിതാക്കളിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ചുകൊണ്ട് 2025-26 വിമല ഫാമിലിയിലേക്ക് വന്ന ആദ്യ കുട്ടിയെ സ്വീകരിച്ചു. വിമല പബ്ലിക് സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രീ KG, LKG, UKG ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മിസ്റ്റർ ജോസഫ് മാത്യു, മിസ്സിസ് ആതിര ജോഷി എന്നിവരുടെ 4ാമത്തെ കുട്ടിയായ ഡേവിഡ് ജോസലറ്റിന് അഡ്മിഷൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വിമലയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അഡ്മിഷൻ എടുത്ത് സീറ്റ് ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് വിമല കിൻഡർഗാർട്ടൻ ഓഫീസുമായോ വിമല പബ്ലിക് സ്കൂൾ ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. വിമലയിലേക്ക് എല്ലാ കുരുന്നുകൾക്കും സ്വാഗതം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വഴുത്തല ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുണിഞ്ഞി സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിൻസ് ജോസഫ്, ക്ലബ്ബ് പ്രസിഡന്റ് CC ജോൺ എന്നിവർ, ട്രഷറർ ഷൈനി തോമസ് എന്നിവർ പ്രസംഗിച്ചു. തോട്ടത്തിൻ്റെ പുതിയതായിട്ട് ഒരു കൃഷിയും കൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ പരിപാടിയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം ആയിട്ട് ലയൺസ് ക്ലബ്ബുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് സ്പോർട്സിൻ്റെ ചെറിയ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കുന്നില്ല. നമുക്ക് കൂടുതൽ പഠിക്കുകയും ക്ലാസ്സുകൾ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതിനെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വനിതാ അധ്യക്ഷ അനിത ഇല്ലിമൂട്ടിൽ നേതൃത്വം നൽകി. വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. പുതിയ 3 മെമ്പർമാരുടെ പ്രവേശനവും നടന്നു. യോഗത്തിന് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ഓണാഘോഷം മണക്കാട് ഹഷ്വിലിയിൽ വെച്ച് ഒരുമിച്ചോണം എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ജെറിൻ റോമിയോ സ്വാഗതം ആശംസിച്ച മീറ്റിംഗിന് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കഴിഞ്ഞ 3 മാസത്തെ തൊടുപുഴ റോട്ടറിയുടെ ചാരിറ്റി അടക്കമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് വിശദീകരിച്ചു. റോട്ടറി മെമ്പർമാരുടെ മത്സരങ്ങളും വനിതാ അധ്യക്ഷ അനിത ഇല്ലിമുട്ടിലിന്റെ നേതൃത്വത്തിൽ വനിതകളുടെയും കുട്ടികളുടെയും ഫ്യൂഷൻ ഡാൻസ്, ഗ്രൂപ്പ് സോങ് തുടങ്ങിയവയും അവതരിപ്പിച്ചു. ഏകദേശം ഇത് കപ്പടിക്കുന്ന ലക്ഷണമാണ്. ഇത് തലമുടിയാ തലമുടി
പാസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ജോർജ്, പ്രസിഡന്റ് എലക്ട് റോണി തോമസ് എന്നിവർ സംസാരിച്ചു. പുതിയ 3 മെമ്പർമാരുടെ ഇൻഡക്ഷൻ പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ ജോസ് കെ മാത്യു നിർവഹിച്ചു. തൊടുപുഴ റോട്ടറിയുടെ നവംബറിലെ ലക്ഷദ്വീപ് ക്രൂയിസ് യാത്രയെക്കുറിച്ചും വിവരിച്ചു. സമ്മാനദാനത്തിന് ശേഷം സെക്രട്ടറി ബെന്നി ഇല്ലിമൂട്ടിൽ നന്ദി രേഖപ്പെടുത്തി. യോഗത്തിന് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ മാസം എല്ലാവരും ചിന്തിച്ചു ഈ ഓണം മീറ്റിംഗ് ശരിക്കും ഓണത്തിന്റെ സമയത്തല്ല നടത്തുന്നത്, പലരും അഭിപ്രായം പറഞ്ഞു. പക്ഷെ നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും ഗവൺമെന്റ് ചില റൂൾസ് കൊണ്ടും നമുക്ക് ആ സമയത്ത് നടത്തുവാൻ സാധിച്ചില്ല. എങ്കിലും നമുക്ക് ഈ സമയത്ത് ഇത്രയും ആളുകൾ ഈ ഓണത്തിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടും വളരെ എനർജറ്റിക് ആയിട്ടും ആൻസും അനറ്റ്സും റൊട്ടേറിയൻസും എല്ലാവരും ഇരിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അറിഞ്ഞ ഒരു ഹാള്, ബാക്കിലോട്ട് നോക്കിയാൽ അറിയാം ഈ ഹാളിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ല, അതുപോലെ എല്ലാവരും നടന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു സമൃദ്ധിയുടെയും സഹോദരത്തിന്റെയും ആത്മസംതൃപ്തിയുടെയും ഐക്യത്തിന്റെയും ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ നടക്കുവാനുണ്ട്. അതിന് നമ്മുടെ ആൻസ് എല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് സോങ്, അതുപോലെ ഡാൻസ് എന്ന് വേണ്ട നമുക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള എല്ലാ മത്സരങ്ങളും, ഇപ്പൊ നല്ലൊരു സുന്ദരിക്ക് പൊട്ടുകുത്തൽ, അതുപോലെ സ്പൂണിൽ നാരങ്ങ വെച്ച് ഓട്ടം, ഇതൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞു. ഒരു പ്രായഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും അത് ഒരു ആഘോഷമായി മാറ്റുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷം ജൂലൈയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു വർഷത്തെ നമ്മുടെ ഒരു പ്രവർത്തന രീതി നോക്കിയാൽ ഈ വർഷത്തെ ടീം ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാറിൽ കടന്നലിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. തങ്കമല എസ്റ്റേറ്റിലെ കാട് വെട്ടുന്ന 3 തൊഴിലാളികൾക്ക് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവരെ വണ്ടിപ്പെരിയാർ ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ തേയിലച്ചെടിക്കടിയിൽ കൂടുകൂട്ടിയിരുന്ന കടന്നൽ കൂട്ടിൽ തട്ടുകയും ഈ സമയം ഇളകിയ മലന്തൂക്കിനത്തിൽപ്പെട്ട കടന്നൽ കൂട്ടം ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തായി തേയില, ഏലം തോട്ടം മേഖലകളിൽ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്കാണ് വന്യമൃഗങ്ങൾക്കൊപ്പം കടന്നൽ കൂട്ടവും ഭീഷണിയായിരിക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ 15ഓളം തൊഴിലാളികൾക്കാണ് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഏറ്റവും അവസാനമായി വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിൽ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്ന 3 പേർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. എസ്റ്റേറ്റ് തൊഴിലാളിയായ 66 വയസ്സുള്ള സുരേന്ദ്രൻ, 29 വയസ്സുള്ള മാരിമുത്ത്, 65 വയസ്സുള്ള പരമൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ മാരിമുത്ത് തേയിലച്ചെടിക്കടിയിൽ കൂടുകൂട്ടിയിരുന്ന കടന്നൽക്കൂട്ടിൽ തട്ടുകയും ഈ സമയം ഇളകിയ മലന്തൂക്കിനത്തിൽപ്പെട്ട കടന്നൽക്കൂട്ടം ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. 18ഓളം തൊഴിലാളികൾ ജോലി ചെയ്തു വന്നിരുന്നുവെങ്കിലും കടന്നൽക്കൂട്ടം ഇളകിയതോടെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സുരേന്ദ്രനും മാരിമുത്തുവും തേയിലക്കാട്ടിനുള്ളിൽ വീഴുകയും ചെയ്തു. പിന്നീട് മാരിമുത്തുവിന്റെ പിതാവ് രാമകൃഷ്ണൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തിൽ തീ കത്തിച്ച് കറക്കിയതോടെയാണ് കടന്നൽക്കൂട്ടം അവിടെ നിന്നും മാറിയത്. പിന്നീട് ഇവരെ വണ്ടിപ്പെരിയാർ ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികമേള ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. 3 വിദ്യാലയങ്ങൾ അണിനിരുന്ന മാർച്ച് ഫാസ്റ്റോടു കൂടിയായിരുന്നു കായികമേള ആരംഭിച്ചത്. കോതമംഗലം AEO KB സജീവ് മുഖ്യ പ്രഭാഷണം നടത്തി. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ 86 വിദ്യാലയങ്ങളിൽ നിന്നായി 1500 വിദ്യാർത്ഥികളാണ് വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോതമംഗലം വർഷങ്ങളായി കായിക രംഗത്ത് 1-2 സ്ഥാനങ്ങൾ കാലങ്ങളായി നിലനിർത്തി വരികയാണ്. സംസ്ഥാന ജില്ലാ കായിക മേളകളിൽ വിജയം കൊയ്യാനുള്ള തയ്യാറെടുപ്പുമായി ഈ വർഷത്തെ കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികമേള ആരംഭിച്ചു. കോതമംഗലം MA കോളേജ് സ്റ്റേഡിയത്തിലാണ് കായികമേള നടക്കുന്നത്. 3 വിദ്യാലയങ്ങൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെയായിരുന്നു കായികമേള തുടങ്ങിയത്. നഗരസഭാ ചെയർമാൻ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം AEO KB സജീവ് മുഖ്യപ്രഭാഷണം നടത്തി.
കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ 86 വിദ്യാലയങ്ങളിൽ നിന്നായി 1500 വിദ്യാർത്ഥികളാണ് വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 10-ാം തീയതി കായികമേള അവസാനിക്കും. കായികമേളയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നില്ലെന്നും അതുകൊണ്ട് കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും താരങ്ങൾക്ക് പരാതിയുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരെല്ലാം നാഷണൽ ലെവലിൽ നിന്നാണ് വളർന്നു വരുന്നത്. ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലെവൽ ഒന്നും ഞങ്ങൾക്ക് ഗവൺമെന്റിന് കിട്ടുന്നില്ല. എല്ലാം ഇന്റർനാഷണൽ നാഷണൽ ടീമിലുള്ളവർക്ക് കിട്ടുന്നുള്ളൂ. നമ്മളൊരു മീറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് സ്കൂൾസ് എല്ലാം ഞങ്ങൾക്ക് ഒന്നിനും ലഭിക്കുന്നില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം വളരെ ഞങ്ങളെ വളർച്ച ആരും തന്നെ കെയർ ചെയ്യുന്നില്ല. ഞങ്ങളുടെ പള്ളി ഗവൺമെന്റ് വളർന്നു ഗ്രാസ്റൂട്ട് ലെവലിലെ പിള്ളേരെ വളർത്തിക്കൊണ്ടല്ല വലിയൊരു അത്ലറ്റ് ആകുമ്പോൾ മാത്രമല്ല സപ്പോർട്ട് കൊടുക്കണ്ടേ. ചെറുപ്പത്തിലെ ഒരു കുട്ടീനെ നന്നായി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാലാണ് നല്ലൊരു അത്ലറ്റ് നമ്മുടെ നാട്ടിൽ വളർന്നു കിട്ടുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഗവൺമെന്റിൻ്റെയോ ഒരുവിധ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. മുൻകാലങ്ങളിലേതുപോലെ ഇത്തവണയും ജില്ലാ സംസ്ഥാന തലത്തിൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി കാലങ്ങളായി സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം നിലനിർത്തുന്ന കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപിക ഷിബി മാത്യു BBC ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനവിരുദ്ധ നിലപാടുകളിൽ മത്സരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ഏകാധിപത്യത്തിന് കീഴടങ്ങിയതിന്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർച്ച പൂർണ്ണമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും ധിക്കാര ഭരണം നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുമാണ് മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനവിരുദ്ധ നിലപാടുകളിൽ മത്സരിക്കുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ജനങ്ങളെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. CPM ഏകാധിപത്യത്തിന് കീഴടങ്ങിയതിന്റെ പരിണതഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർച്ച പൂർണ്ണമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിങ്ങൾ അന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത് DGPയുടെ റിപ്പോർട്ട് വന്നാൽ ഞങ്ങൾ മാറ്റുമെന്നാണ്. DGPയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നില്ലേ? വന്നപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത്? അത് പൂർണ്ണമായ റിപ്പോർട്ട് വേണമെന്നാണ്. എന്നിട്ടും നിങ്ങൾ മാറ്റിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ADGP ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിൽ ഒരുപാട് ചരിത്രമുണ്ട്. നയനാര് മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, അച്യുതാനന്ദൻ ഇരുന്നിട്ടുണ്ട്, സഖാവ് നമ്പൂതിരിപ്പാട് ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ കേരളം ഭരിച്ചപ്പോ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്വന്തം വകുപ്പിന്റെ ഒരു ADGPയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടത് പിണറായി വിജയനാണ്. എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ന്യായീകരിക്കാൻ കഴിയും? പറയേണ്ട എന്താണ് പോലീസ്? പാവപ്പെട്ട മലപ്പുറംകാരി ഒരു സ്ത്രീ CIയോട് ചെന്നത് കുടുംബപരമായ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിനാണ്. അദ്ദേഹം കോട്ടേഴ്സിലേക്കാണ് വിളിച്ചത്. കോട്ടേഴ്സിൽ പോയാളെ CI പീഡിപ്പിച്ചു. തുടർന്ന് ഈ പരാതിയുമായി DYSPയുടെ മുമ്പിലെത്തി. DYSP പീഡിപ്പിച്ചു. DYSPക്കെതിരെ പരാതിയുമായി SP-യുടെ അടുത്തെത്തി. SP പീഡിപ്പിച്ചു. എന്താ സ്ത്രീ? ഇവിടെ പിണറായി വിജയൻ ഭരിച്ചപ്പോഴാണ് ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ സ്ത്രീ പീഡനം നടക്കുന്നത് ആലോചിക്കണം. അപ്പോ ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ കടന്നു എന്ന് വിവരങ്ങൾ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സാക്ഷി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ ഭരണം അത് വിജയകരമാണ് എന്ന് പറയാൻ കഴിയുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്ന് മുഖ്യമന്ത്രി ചെയ്തത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രഗത്ഭന്മാരായ ആളുകളെ ഒക്കെ മാറ്റി നിർത്തി. എന്നിട്ടോ എന്റെ താങ്കൾ മാറിയില്ല. താങ്കളോടൊപ്പമുള്ള മുഴുവൻ ആളുകളും മാറുമ്പോ താങ്കളും മാറണ്ടേ? മാറിയോ? മാറിയില്ലെന്ന് മാത്രമല്ല, അന്ന് പേരെടുത്ത ഒരു ആരോഗ്യമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു. അവരെ പോലും നിങ്ങൾ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, അവസാനം ഷാബി പറമ്പിന്റെ മുമ്പിൽ അവരെ കൊണ്ടുപോയി കുരുതി കൊടുത്തിരിക്കുന്നു. ഇനി ജീവിതകാലം അവർ രാഷ്ട്രീയമായി ഉയർത്തെഴുന്നേൽക്കരുത് എന്നാണ് പിണറായി വിജയൻ കരുതിയത്. ശരിയല്ലേ? നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം SM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ TK നവാസ്, സെക്രട്ടറിമാരായ PN സീതി, KM സലീം,
നിയോജക മണ്ഡലം ഭാരവാഹികളായ AM സമദ്, MM ഷുക്കൂർ, KH അബ്ദു, MP സലീം, സക്കീർ ഹുസൈൻ, അഡ്വക്കേറ്റ് CK ജാഫർ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ, ജനറൽ സെക്രട്ടറി EAM അമീൻ, സെക്രട്ടറി അൻഷാദ് കുറ്റ്യാനി, ആഷിഖ് റഹീം, AM നജീബ്, PN നൌഷാദ്, ഹംസ, ജബ്ബാർ ചിലവ്, KE സുബൈർ, സലീം വെള്ളിയാമറ്റം, ബഷീർ പള്ളിമുക്കിൽ, KA ഷാജി, ആസാദ് സിദ്ദിഖ്, ഷഹന ജാഫർ, ബീമ അനസ്, സാബിറ ജലീൽ, ഫസിയ കാസിം, MA സബീർ, ഷാഹുൽ കപ്രാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MA കരീം സ്വാഗതവും മുനിസിപ്പൽ പ്രസിഡന്റ് PK മൂസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. എറണാകുളം സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ പള്ളിയും ചെറുപുഷ്പ മിഷൻ ലീഗും വിശ്വാസ പരിശീലന കമ്മിറ്റിയും ചേർന്ന് പ്രശസ്ത മജീഷ്യൻ ജോയിസ് മുക്കുടത്തിന്റെ നേതൃത്വത്തിൽ മാജിക് ഷോ വണ്ടർ മൂവ്മെന്റ് സംഘടിപ്പിച്ചു. സെന്റ് കുര്യാക്കോസ് ഹാളിൽ നടത്തിയ വിസ്മയ കാഴ്ചയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് സാഹസ് ക്യാമ്പ് നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയ് K പോലോസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതോണിയിലെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. ഡിജി കേരള വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി തൊടുപുഴ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വിമല കിൻഡർ ഗാർഡൻ സ്കൂളിൽ പുതിയ അഡ്മിഷന് തുടക്കമായി. കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ ഒപ്പം എത്തിച്ചേർന്ന കുട്ടിയെയും മാതാപിതാക്കളെയും സ്കൂൾ അധികൃതരും അധ്യാപകരും ചേർന്ന് ആഘോഷപൂർവ്വം സ്വീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.